ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യലായിട്ട് നമുക്ക് കണിക്കൊന്ന ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് തന്നെയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മുമ്പ് നമ്മൾ പൈപ്പ് ക്ലീനർ മിനി ഫ്ലവർ പോട്ടിൻ്റെ സീരീസ് ചെയ്ത സമയത്ത് ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കണിക്കൊന്ന ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷെ അന്ന് എനിക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോട്ടിലൊന്നും അല്ല ചെയ്യുന്നത്, അല്ലാതെ തന്നെ നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം വാടിപ്പോവൊന്നും ചെയ്യാണ്ട് എത്ര കാലം വേണമെങ്കിലും നമുക്കിതുപോലെ ഇപ്പം വിഷുവിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തു വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് ഇയറും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇത് ഞാനിതാ പൈപ്പ് ക്ലീനർ ഇതുപോലെ കുട്ടി പെറ്റൽസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പെറ്റൽസാണ്. പിന്നെ നമ്മൾ വേറൊരു പൈപ്പ് ക്ലീനർ ഇതുപോലെ ലൈറ്റർ വെച്ചിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ ഉരുക്കി കൊടുക്കണം കേട്ടോ. പക്ഷേ ഇത് നിങ്ങൾ കിഡ്സാണ് ഇപ്പോൾ വീഡിയോ കാണുന്നതെങ്കിൽ, ചെറിയ കുട്ടികളാണ് കാണുന്നതെങ്കിൽ പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ ചെയ്യണം, അല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ്നറാണ് ഇത്. ഒരു ലോക്കൽ ടൈപ്പ് സ്ട്രെയിറ്റ്നറാണ് കേട്ടോ. നമ്മൾ നല്ല സാധനമൊന്നും എടുത്ത് ചെയ്യണ്ട. അപ്പം ഇത് വെച്ചിട്ട് നമുക്കിതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല റിയൽ പെറ്റൽസ് പോലെ തന്നെ കിട്ടും കേട്ടോ. വേറൊരു ഭംഗിയാണ്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് ഈ ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്ത് ചെയ്യുമ്പം. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ കിട്ടുക. പക്ഷേ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഇതാ ഇപ്പം നമ്മുടെ കണിക്കൊന്നയിൽ ഓരോ ഫ്ലവേഴ്സും ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം ഏകദേശം ഞാൻ ഒപ്പിച്ച് അതുപോലൊക്കെ അങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ പൈപ്പ് ക്ലീനർ തന്നെ വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പോളൻസൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ്, പിന്നെ ലൈറ്ററും പിന്നെ ഹെയർ സ്ട്രെയിറ്റ്നറൊക്കെ യൂസ് ചെയ്തിട്ടാണ്, ചൂടാണ് സാധനങ്ങളൊക്കെ. അപ്പം ചെറിയ കുട്ടികൾ ഇത് ചെയ്യാതിരിക്കുക, പാരൻസിൻ്റെ ഹെൽപ്പ് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഓരോ ഇപ്പം ഞാനൊരു 3 ഇതൾ ഒക്കെ വെച്ചിട്ട് ഒരു മൊട്ട് പോലൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി പിന്നെ നമ്മളിപ്പോൾ വിരിയാനായിട്ടുള്ള മുട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അതൊന്ന് ട്രൈ ചെയ്യാണ് കേട്ടോ. അത് ഇതുപോലെ ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതുപോലെ റോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് പെട്ടെന്ന് എളുപ്പം കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ട്രൈ ചെയ്തത്. അല്ലാതെ നമുക്ക് ഓരോ യെല്ലോ സെപ്പറേറ്റ് എടുത്ത് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കമ്പാരിറ്റീവ്ലി കഴിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സെൻറ്ററിൽ വെക്കുന്നത് വേണമെങ്കിൽ സിസേഴ്സിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതുപോലെ പിന്നെ ഉരുക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഒരുവിധം ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5-6 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അത് ഒറ്റയിരുപ്പിനിരുന്നല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് എല്ലാം കൂടെ ജോയിൻ ചെയ്ത ഒരു ബണ്ടിൽ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു പാർട്ടാണ് ഇതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത്. കാരണം അതിൻ്റെ ആ ഒരു കംപ്ലീഷനിലേക്ക് വരുന്ന സമയത്തെ അതിൻ്റെ ഒരു ഭംഗി കാണാനുള്ളൊരു എന്താ പറയുക ആകാംക്ഷയും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു പ്രോസസ്സിൽ. അപ്പം നമ്മുടെ കണിക്കൊന്ന ഈ ഒരു വിഷുവിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം മുമ്പേ അത് ചെയ്യാമായിരുന്നു എന്ന് കേട്ടോ. ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനിയിപ്പം ഈ കൊല്ലത്തേക്ക് ഇത് ട്രൈ ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. ടൈമില്ല, ഉണ്ടാവില്ല എന്നല്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിതാ ഓരോന്നും ഇതിലിങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ ഫ്ലവർ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽക്ക് അഥവാ അധികം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഫ്ലോറൽ ടേപ്പ് ചുറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പം നമ്മൾ ഈ ഒരു ബണ്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഇങ്ങനെ തൂങ്ങിയൊക്കെ നിൽക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ അവിടേക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിലാണ് അങ്ങനെ തൂങ്ങി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെയും കൂടെ ചെയ്ത് കുറച്ചെണ്ണം അങ്ങനെ അധികം ഇല്ലാത്തതുണ്ടായിരുന്നു. അപ്പം അത് ഞാനിതുപോലെ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആ ഒരു ഔട്ടിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ കണിക്കൊന്ന. നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്കിഷ്ടമായി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.